മസാല ദോശ പറ്റി പറഞ്ഞാണ്ട് വാക്കെടുത്തില്ല പൊടി മസാല ദോശ. നല്ല മൊരിമൊരുള്ള നല്ല കിടിലം മൊരിമൊരുടാ. നമ്മൾ സർപ്രൈസ് പൊളിക്കാൻ പോവാണ്. നമ്മളെ വണ്ടി കേട്ടോ ഗൈസ്. നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ സർപ്രൈസിന് വേണ്ടി റെഡിയാണ്. 11:30 ആയിരിക്കാണ് ഗൈസ്. എല്ലാവർക്കും സുഖല്ലേ ഗൈസ്? അപ്പൊ പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാൽ വീട്ടിൽ ആരുമില്ലേ ഗൈസ്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും രാത്രി ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. ഇവിടെ റെഡ് അലർട്ട് ഒക്കെയാണ് മലപ്പുറം ജില്ലയിൽ. അപ്പൊ നിങ്ങളവിടെ എന്തൊക്കെ സ്ഥിതി നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ പോണേ നമ്മള് മസാല ദോശയും പ്ലസ് മഴയാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ മഴ ദേശം കുറവുണ്ട്. എങ്ങനെയായാലും കടലെത്തിപ്പെടണം. കടലെത്തിയിട്ട് കാണട്ടാ. സ്കൂട്ടിലെത്തിയിരിക്കുകയാണ്. മസാല ദോശ തപ്പി വന്ന് നമ്മൾ ഒരു നീണ്ട നിര തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മള് മഴ പ്ലസ് മസാല ദോശയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ മഴയില്ലാതെ മസാല ദോശ കഴിക്കാനുള്ള പ്ലാനാണ്. മസാല ദോശ പറ്റി പറഞ്ഞാണ്ട് വാക്കെടുത്തില്ല പൊടി മസാല ദോശ. നല്ല മൊരിമൊരുള്ള നല്ല കിടിലം മൊരിമൊരുടാ. അങ്ങനൊരു പിടി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കുറച്ച് കട്ടിന് കൂട്ടാം. അത് ഇങ്ങനെ എടുക്കുക. അത് കട്ടിനിൽ മുക്കാം. ഞാൻ വിചാരിച്ച മാതിരി മായ പേടി മായ പ്ലസ് മസാല ദോശ. അടുത്ത ദോശ വന്നിരിക്കുകയാണ്. ഇത് മൊരിഞ്ഞില്ലല്ലോ. മസാല ദോശ സീന് സാധനം, കിടീന സാധനം. മസാല ദോശ ഒന്നും വരാനില്ല. രാത്രിത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേറൊരു ടൈമിൽ വരാം ഗൈസ്. വേറൊരു ടൈമിൽ വരാന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. ഏകദേശം ടൈം 11:30 ആയിരിക്കുകയാണ് ഗൈസ്. നാളെ ഒരാളെ സ്പെഷ്യൽ ആളെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഏട്ടൻ്റെ ഭാര്യൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്ക് അത് എൻജോയ് ആക്കാൻ പോവുകയാണ് ഗൈസ്. രാത്രി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഫസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് അങ്ങാടിക്ക് പോകണം ഗൈസ്. അങ്ങാടിയിലാണ് നമ്മളെ സർപ്രൈസ് ഇരിക്കുന്നത് ഗൈസ്. നിങ്ങൾ സർപ്രൈസിന് വേണ്ടി റെഡിയാണ്. ആളെ ഇവിടെ മീറ്റിംഗ് ആണ് ഗൈസ്. എന്താ അവിടെ നിർത്തി? അതന്നെ നമ്മളെ കണ്ടില്ല. നമ്മളിനി അങ്ങോട്ട് പോകേണ്ടി വരുമോ? വണ്ടി ഇതാ പോകുന്നു. നമ്മൾ സർപ്രൈസ് പൊളിക്കാൻ പോവാണ്. വണ്ടി നമ്മളെ വണ്ടി കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഈ വണ്ടിയിലെ പോയിട്ടുണ്ടെന്നാ വിചാരിച്ചത്. അപ്പൊ ഈ വണ്ടി ഇപ്പൊ തൊട്ട് മുന്നേ ഹോൺ അടിക്കാതെ പോന്നപ്പോഴും ഉറപ്പായി. പിന്നെ 11:30 രണ്ടാളും നിർബന്ധിച്ചിട്ട് സംഭവം ശരിക്കും അപ്പോഴൊന്നും പറഞ്ഞില്ല. ഇവിടെ നിർത്തി കുറെ നേരം ബസാറ് നിർത്തിയപ്പോ ആരെ കാത്തിക്കണെന്നുള്ളതിൽ ഇവിടെ നിങ്ങളെ നിർത്തലെന്നൊക്കെ പാളിന് ആരോ കാത്തിക്കാണെന്ന്. ഞാൻ അവിടെ നിങ്ങൾ അങ്ങോട്ട് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് വേഗം തിരിയുന്നു. മുടന്ത ന്യായങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇടയിൽ കൂടെ വാവേന്റെ മെസ്സേജ് വായിക്കാൻ കഴിയില്ല. ഇതുപോലെ കണ്ടാലാണെങ്കിൽ ഫോർമാലിറ്റീസ് ബർത്ത്ഡേ ഗേൾ ഹാപ്പി അല്ലേ? നമുക്ക് കഴിച്ചോ ഗൈസ്. ഞാൻ റെഡി. എന്താ ജോ സർപ്രൈസ്? എന്താ കൊടുക്ക് അമ്മയ്ക്ക് കൊടുക്ക്. സർപ്രൈസ് ഉണ്ട്. ഇത് പൊളിച്ചോട്ടെ. അതെ അത് ഫോണാണ് ഗൈസ്. നമ്മൾ പാലിക്കുന്നതാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. നൈറ്റ് ലൈഫ് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതൊരു രാത്രിയാണ് കേട്ടോ. നല്ല ആളുണ്ട്. ഇത് കടൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. വെറുതെ നീണ്ട യാത്രയ്ക്ക് ശേഷം 3 മണിയൊക്കെ ആയി ഗൈസ്. പുലർച്ചെ എല്ലാവരും ലൈക്ക് ചെയ്യുക. പെര കയറി ഉറങ്ങട്ടെ ഗൈസ്. ഒക്കെ എന്തൊക്കെ തിന്ന് കയറ്റി. ഡ്രീം ഇറ്റ് ഡു ഇറ്റ് ഗൈസ്.